വന്ന് കയറുമ്പോൾ തന്നെ അങ്ങോട്ട് കയറുമ്പോൾ ഒച്ചപ്പടകിൽ കയറി. പിന്നെ ഉണ്ടായി. പിന്നെ ഞാനൊന്ന് ചെറുതായിട്ട് പ്രതികരിച്ചു. പക്ഷെ നല്ല വൃത്തിയുണ്ടല്ലേ രാവിലെ? എനിക്കൊന്ന് പറയാനുണ്ടോ? ഒന്നും പറയാം. പണ്ടത്തെ മംഗലാപുരം അല്ല ഇപ്പോഴത്തെ മംഗലാപുരം. നമുക്ക് തള്ളിയൊന്ന് പണ്ടത്തെ മംഗലാപുരം അല്ല ഇപ്പോൾ അല്ലല്ലേ? കാരണം പണ്ടത്തെ ഒരു വൈബ് മാറി പോയി അല്ലേ? പണ്ടത്തെ വൈബില്ല പോലും ഇപ്പോൾ. 2 കൊല്ലമായിട്ട് വരാൻ തുടങ്ങി. ചരിത്രം ഉറങ്ങുന്ന പുഴയാന്ന് പറയും. അതെയാ? ഉറങ്ങിക്കോട്ടെ കേട്ടോ. ചരിത്രം ഉറങ്ങുന്ന പുഴയാന്ന് പറയും. നല്ല ചൂട് ഫ്രഷ് സാധനം. നല്ല ഫ്രഷ് സാധനം കേട്ടോ. കുറേ ബോബു ഉണ്ടല്ലോ. ബോബോസ് രാഹുൽ അപ്പുറ സൈഡിലല്ല കേട്ടോ. മെയിൻ എൻട്രൻസ് അപ്പുറം സൈഡിൽ. പടച്ചോന. ഹൈ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഉറങ്ങിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. എവിടെ അറിയാം? ഒന്ന് മംഗലാപുരം പോയി കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റക്കല്ല, രാഹുലുണ്ട്. അപ്പോൾ പഴയങ്ങാടിയിൽ നിന്ന് ട്രെയിൻ കയറും കേട്ടോ. ഇപ്പോൾ സമയം എന്നറിയാം? ഇപ്പം 5:30 മണി. 5:49 ട്രെയിൻ എത്തും. മാവേലി എക്സ്പ്രസ് കേട്ടോ. ലേറ്റാണ് ശരിക്കും. 5:20 എത്തേണ്ട ട്രെയിൻ കേട്ടോ പഴയങ്ങാടിൽ. പക്ഷേ 5:49 എത്തണമെങ്കിൽ. അപ്പോൾ നേരെ പഴയങ്ങാടിലേക്ക് കേട്ടോ. ഓക്കെ, സമയമായി പോകാമെന്നോ? അപ്പോൾ രാവിലെ അവിടെ എത്തി, സ്റ്റേഷനിലെത്തി, പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ. വാ ഗുയിസ്. കൂരിരുട്ട് ചെറുതായിട്ട് നേരം വെളുക്കുന്നുണ്ട്. ബ്ലൂ കളർ ഉണ്ടോ? ചെറുതായിട്ട് നേരം വെളുക്കുന്നുണ്ട്. ഭാഗ്യത്തിന് മഴയില്ല. വാ ഗുയിസ്. നമ്മുടെ ചെക്കൻ എടുത്തിട്ട് പോട്ടോ ഗായ്സ്. അപ്പോൾ പോട്ടോ. ഓക്കെ. ഗായ്സ് അങ്ങനെ നേരം തുരുതുരാ വെളുത്ത് കേട്ടോ. വണ്ടിയുടെ ഇടങ്ങ് നോക്കിയിട്ട് പാർക്ക് ചെയ്യാം. വണ്ടിയുടെ കേട്ട് ഗുയിസ്. വണ്ടിയുടെ വെച്ച് ചെക്കൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഗുയിസ്. പോവാ നമ്മളെ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ്. കുറേ ബോബു ഉണ്ടല്ലോ. ബോബോസ് രാഹുൽ അപ്പുറ സൈഡിലല്ല കേട്ടോ. മെയിൻ എൻട്രൻസ് അപ്പുറം സൈഡിൽ. പടച്ചോന. എൻ്റെ മക്കളെ ഞാനിപ്പോൾ കടിച്ചു കയറണ്ടേ? ദുബായത്തിന് കടിച്ചു കയറിയിട്ടില്ല. മാവേലിപ്പോൾ 1-ലെത്തും. നായി ഇപ്പോൾ കടിച്ചു കയറണ്ടേ? മോനെ 3 നായി എന്താ അങ്ങവിടെ. ഭാഗ്യത്തിന് കടിച്ചു കയറിയിട്ടില്ല. എൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു. ഭാഗ്യത്തിന് കടിച്ചു കയറിയിട്ടില്ല ഗൈസ്. വണ്ടി അങ്ങയില്ലേ. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ കയറി. രാഹുൽ അപ്പുറം എവിടെയോ ഇരിക്കുന്നുണ്ടാവും. രാഹുലേ ഗോയ്സ്. ട്രെയിൻ എത്തി ഗോയ്സ്. ട്രെയിൻ അങ്ങന്ന് വരുന്നുണ്ട്. രാവിലെ ഇവിടെ ഉണ്ട്. ട്രെയിനെത്തി. നമ്മുടെ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ. ഇതാരാ വിളിക്കുന്നത്? രാഹുൽജി. ഗോയ്സ് അങ്ങനെ ആ വണ്ടി പയ്യന്നൂരെത്താൻ പോകുന്നു. മംഗലാപുരത്തെയാ? ഗായ്സ് അങ്ങനെ മംഗലാപുരം എത്തി. ഇത്രയായിരുന്നു നിൽക്കുക കേട്ടോ. നല്ല ആളായിരുന്നു, നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ ഒരുത്തന്നെ ഇരുന്നിട്ടുണ്ട്. രാഹുൽജി. ഇത്രയായിരുന്നു, നല്ല തിരക്കായിരുന്നു, ഗംഭീര തിരക്ക്. അപ്പോൾ അങ്ങനെ എത്തിയാ? ഇല്ലടാ, ഇപ്പോൾ തൊട്ടാ. അങ്ങനെ സീറ്റ് കിട്ടി. സൈഡ് സീറ്റ്, വിൻഡോ സീറ്റ് കിട്ടി. ഏകദേശം എത്തി.
എനിച്ചിരിയെ പോയിന്റ് ഒരു കാമണിക്കൂർ പോയിണ്ടാവും അല്ലേ, ഒരു കാമണിക്കൂറേ പോയിന്റ്. അപ്പോൾ ഒന്ന് സീറ്റ് കിട്ടി, ഇത്രയേറായിട്ട് സീറ്റ് കിട്ടിയില്ല കേട്ടോ. ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഒരാൾ ഒച്ചപ്പാടാക്കിയിട്ടെല്ലാം വന്നിന് ബാക്കിലുണ്ട്. ട്രെയിനിൻ്റെ മുതലാളി എന്നാണ് വിചാരം അയാൾ. കയറുമ്പോൾ തന്നെ ഡോറിനടുത്ത് എത്തുമ്പോൾ തന്നെ ഒച്ചപ്പാടാക്കിയിട്ട് കയറി. ഏത് സ്റ്റേഷൻ ഏതാ? തൃക്കരിപ്പൂര, കാനങ്ങാട്. നീലേഷ് എടുത്തുനിന്ന് കാനങ്ങാട് നിന്നിട്ടാണ് കയറിയത് ഒരാൾ. ഫുള്ള് ഒച്ചപ്പാടാക്കിയത്, ഫുൾ റേസ്. വന്ന് കയറുമ്പോൾ തന്നെ അങ്ങോട്ട് കയറുമ്പോൾ ഒച്ചപ്പാടാക്കിയിട്ട് കയറി. പിന്നെ ഉന്തായി. പിന്നെ ഞാനൊന്ന് ചെറുതായിട്ട് പ്രതികരിച്ചു. കാരണം അങ്ങനെ ഉന്തിയിട്ടൊന്നും എന്താ പറയുക, അത്രയും ടൈറ്റാണ്. ആ ടൈറ്റുള്ള ട്രെയിനിൽ കമ്പാർട്ട്മെൻറ്റിൽ അങ്ങനെ ഉന്തിയിട്ട് എന്താ പറയുക എല്ലാവർക്കും ബുദ്ധിമുട്ടാക്കിയിട്ടാണ് വരുന്നത്. അത് ആദ്യം മനസ്സിലാക്കണ്ടേ. ഇപ്പോൾ അയാൾ എലി കൂടിയ പോലെ മൂല കൂടിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ എന്താണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞില്ലെന്തോ തെറ്റുണ്ടോ? ശരിയാണല്ലേ? പ്രതികരിക്കണ്ടോ ഇങ്ങനത്തെ ആളെല്ലാം? നമ്മൾ കറക്റ്റാണ്. നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടല്ലോ പോകുന്നത്. ആരും ഓസിനൊന്നുമല്ലല്ലോ. ഇവിടെ എല്ലാവരും ഒരുപോലെയാണ്. അല്ലാണ്ട് കയറി വരുമ്പോൾ തന്നെ ഒച്ചപ്പാടെല്ലാം അങ്ങോട്ട് പോകുന്നതായിട്ട് ഉന്തി നള്ളെല്ലാം ആക്കി കഴിഞ്ഞാൽ രണ്ട് പേടിപ്പിക്കൽ അടിച്ചാൽ ആ മൂലക്ക് ഇരിക്കുക. അത്രയേ ഉള്ളൂ. എൻ്റെ അങ്ങോട്ട് രണ്ട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ആടെ അനങ്ങാണ്ടിരുന്നോളൂ. പ്രതികരിക്കുക. അങ്ങനിപ്പോൾ നമ്മൾ എത്താനേ കേട്ടാ. അങ്ങനെ രാവിലെ നേരെ മുമ്പിലുണ്ട്. നേരെ ഫ്രണ്ടിൽ സീറ്റിൽ രാവിലെ വന്നിരുന്നു. അത് ഏകദേശം ആളിൽ ഇറങ്ങിയേട്ടാ. തിരക്കൊന്നുമില്ല, തിരക്കെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഏകദേശം എത്തി. പിന്നെ തിരക്കാണ്ടൊന്നും കാണിക്കാൻ കേട്ടാ. ഇത് വലിയൊരു ബ്രിഡ്ജാട്ടോ. ഈ ബ്രിഡ്ജിനെ കുറിച്ച് പറയുന്നതിനൊക്കെ ഒരുപാട് പറയാനുണ്ട്. ഇത് വലിയൊരു ബ്രിഡ്ജാണ്. എന്ത് പറഞ്ഞാൽ തീരുമില്ല അല്ലേ? ഇപ്പം പറഞ്ഞാൽ തീരില്ല കൈസ്. അതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല. ഇതാ കണ്ടാ വലിയ ബ്രിഡ്ജാട്ടാ. അതിലൂടെ കാറും ലോറിയെല്ലാം പോകുന്നുണ്ട്, ബസ് പോകുന്നുണ്ട്. അങ്ങ് അപ്പുറത്തേക്ക് കൂടി അങ്ങ് വണ്ടി വന്ന പാലം കണ്ട. അതിലൂടെ മഴ പെയ്തിട്ട് വെള്ളത്തിൻ്റെ കളർ കണ്ട, കാപ്പി കളർ, കറക്ക വെള്ളം കണ്ട. അപ്പോൾ ഈ ബ്രിഡ്ജിനെ കുറിച്ച് അറിയുന്നവർ കമൻറ്റ് ചെയ്യട്ടാ. ഓക്കെ, അറിയാത്തവർ അറിയട്ടെ. ഇത് നമ്മളെ മംഗലാപുരം എത്താൻ പോകുമ്പോഴുള്ള ബ്രിഡ്ജിൻ്റെ പേരെന്താ രാഹുൽ? നേത്രാവതി പുഴ. ഓക്കെ, ഈ പുഴയുടെ പേര് നേത്രാവതി പുഴ കേട്ടോ. നേത്രാവതി തന്നെ അല്ലേ? നേത്രാവതി തന്നെ. ഉറപ്പന്നെ? ഉറങ്ങുന്നുണ്ട് ആരോ ഉറങ്ങുന്നുണ്ട് വരും. ഈ പുഴയിൽ ആരോ ഉറങ്ങുന്നുണ്ടെന്നാണ്. ചരിത്രം ഉറങ്ങുന്ന പുഴയാന്ന് വരും. അതെയാ, ഉറങ്ങിക്കോട്ടെ കേട്ടോ. ചരിത്രം ഉറങ്ങുന്ന പുഴയാന്ന് വരും. ഏതായാലും ട്രെയിൻ എന്താ സ്ലോ ആക്കിയ? മംഗലാപുരം തന്നെയാ? അതെയാ, മംഗലാപുരം തന്നെ ഗൈസ്. അപ്പോൾ അറിയുന്നൊരു കമൻറ്റ് കേട്ടോ, ചരിത്രം. ഓക്കെ ഗുയിസ്. അങ്ങനെ നമ്മൾ മംഗലാപുരം എത്തി, മാംഗ്ലൂർ സെൻട്രൽ ഗുയിസ്. അപ്പോൾ ഇറങ്ങാം നമുക്ക്. മംഗലാപുരം സെൻട്രൽ എത്തിയിരിക്കുകയാണ്. അതിനടുത്ത് നമ്മൾ ഇറങ്ങുന്നതാണ്. ഇതെന്താ സംഭവം? ഇത് ലഗേജ് കൊണ്ട് പോകുന്ന വണ്ടി. മഴ പെയ്യാണ്ടെന്നാൽ മതി. മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. പണിയാവുമെന്നറിയില്ല. മഴ പെയ്യുന്നുണ്ട്. ഇപ്പം മഴയില്ല കേട്ടോ. വരുമ്പോൾ നല്ല മഴയാണ്. മഴ പെയ്യാണ്ടെന്നാൽ മതി. ഇത് കുറച്ച് വെളിച്ചം കാണുന്നുണ്ട് അല്ലേ? രാവിലെ ആയതുകൊണ്ട് വെളിച്ചമാണ്. നല്ല വേറൊന്നല്ല. ഇത് നമ്മൾ എന്താ പറയുക, ഏകദേശം റെയിൽവേ സ്റ്റേഷനിൽ പണി നടക്കുന്നുണ്ട് കേട്ടോ. മുകളിൽ ഷീറ്റ് ഇട്ടിട്ട് സെറ്റാക്കുന്നുണ്ട്. കുറേ റെയിൽവേ സ്റ്റേഷൻ വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലെല്ലാം കാണുന്നു ഈ സംഭവം. കാണിച്ചു തരാം. ഇതുണ്ടോ? ഇങ്ങനെ കുറേ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അധികത്തും ഷീറ്റ് ഇടണത്രേ. അതിൻ്റെ ഇതെല്ലാം അടിച്ച് സെറ്റാക്കി വെച്ചിട്ട് ഇതൊരു സാധനം കൊണ്ട് പോകുന്ന ഇതൊരു മെഷീന് ഉന്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഉണ്ടോ? ഇതുണ്ടോ? പണി ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതെല്ലാം താലി വെച്ചിട്ടുണ്ടോ? സംഭവം പണിയടക്കുകയാണ്. നല്ല തന്നെ. ഗുയിസ് നിർത്തി, വണ്ടി നിർത്തി. ഇറങ്ങാട്ടോ. അയ്യോ, കണ്ണറച്ചെന്ന് കണ്ണ്. വീടെല്ലാം പണിയടക്കുകയാണ്. കണ്ണറച്ചുന്നുണ്ട്. എനിക്ക് കണ്ണറച്ചുന്നുണ്ടോ? ഇല്ലേ? പെട്ടെന്ന് ലൈറ്റിലേക്ക് വരുമ്പം കണ്ണ് അറച്ചിപ്പോയി. ഇതെല്ലാം പണിയെടുക്കുന്നുണ്ട് ഗൈസ്.
ലഗേജ് ലഗേജ് അപ്പോൾ ഈ വണ്ടി ഇറക്കുന്നുണ്ടോ വണ്ടി 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 ഇറക്കുന്നുണ്ടോ കാണിച്ചു കൊടുക്കട്ടെ വണ്ടി ഇറക്കുന്നുണ്ടോ സ്കൂട്ടി ഇതേ സ്കൂട്ടി എന്ന് പറയാം നിങ്ങൾക്ക് ഏതാ പറയൂ ഗൈസ് ഏതാണ് ജുപ്പിറ്ററാ എടുത്ത് നിലത്തിടാണ് ഇവിടെ എല്ലാം ലഗേജ് ഇറക്കുന്നുണ്ട്. നമുക്ക് എൻജിൻ്റെ ഡ്രൈവർ നോക്കട്ടെ. ഇതാണ് കാണുന്നത്. ജോയിൻ്റ് ആക്കുന്നുണ്ടോ? ജോയിൻ്റ് ആക്കുന്നത് ഉണ്ടോ? ഗുയിസ് നമ്മൾ പുറത്തിറങ്ങി. വേസ്റ്റ് വണ്ടി, ഇതാ വേസ്റ്റ് വണ്ടി പോകുന്നു. നമ്മൾ പുറത്തിറങ്ങി. രാവിലെ മുമ്പിൽ നടക്കുന്നുണ്ട്. മംഗലാപുരം ഏകദേശം എല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. ഏകദേശം എല്ലാം അറിയും പോലും. നടക്കട്ടെ. അപ്പോൾ ഇത് ഏത് ഓട്ടോ സ്റ്റാൻഡല്ലേ? അപ്പോൾ നമ്മിങ്ങനെ നടക്കുകയാണ്. സത്യം പറയാലോ, വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് വന്നതാണ്. പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ അങ്ങ് മുട്ട പുഴുങ്ങിയത്, പഴം പുഴുങ്ങിയത്, പഴം പൊരിച്ചത്, അവൽ കുഴച്ചത്, അവലുണ്ട, പിന്നെ കുഞ്ഞിക്ക് അങ്കൻവാടി എന്ന് പറഞ്ഞ എന്ത് പൊടിയാണ്, അമൃതം പൊടി ഉണ്ടാക്കിയത്, പിന്നെ ഒരു ഗ്ലാസ് ചായയും. ഇതൊക്കെ കഴിച്ചിട്ടാണ് രാവിലെ വന്നത്. പക്ഷെ ഞാൻ അങ്ങനെയുള്ള കേസ് ഒരു ഗ്ലാസ് ചായ. എന്താ പറയാനില്ലേ, പട്ടിണിയാണ് കേസ്. രാവിലെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. നമ്മൾ രണ്ടാളും പട്ടിണിയാണ്. ഒരു ഗ്ലാസ് ചായയിലാണ് ഉള്ളത്. ഈ ചായയും കുടിച്ചിട്ടില്ല അല്ലേ? ചായയും കുടിച്ചിട്ടില്ല. ഗുയിസ് മംഗലാപുരത്തെ തെരുവിലൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ്. പിന്നെന്താ അറിയാം എന്താ പറഞ്ഞേ? ആ, നമ്മൾ സിറ്റി സെൻറ്ററിൻ്റെ ഫ്രണ്ടിലെത്തിയട്ടോ. പിന്നെ ഇവിടെയുള്ള വാഹനങ്ങൾക്ക് ഭയങ്കര സ്പീഡാട്ടോ. വണ്ടികൾ ബസ്സിലുണ്ടല്ലോ മതി സ്പീഡ്. നമ്മളെ ജീബ്ര ലൈനില്ലേ, ക്രോസിങ്, നമ്മളിവിടെ കിടക്കുമ്പോഴത്തേക്ക് ഒരു ബസ് വന്നു. എന്തോ ഭാഗത്തിന് കഴിച്ചിലായി അല്ലേ? അമ്മാതിരി എടുത്താൽ വരുന്നത് സ്പീഡിൽ. ഗുയിസ് നമ്മളിപ്പോൾ ഇത് എവിടെ എത്തിയാൽ അറിയാം? ഇതാ സിറ്റി സെൻറ്റർ. അങ്ങനെ സിറ്റി സെൻറ്ററിലെത്തി. അങ്ങനെ സിറ്റി സെൻറ്ററിൻ്റെ ഫ്രണ്ടിലെത്തി. അവിടെ എന്തും ഭക്ഷണം കഴിക്കണ്ടേ രാവിലെ? ആ, കഴിച്ചിട്ട് കയറാം. ഓക്കെ. അപ്പോൾ നമുക്കുണ്ടല്ലോ എന്തെങ്കിലും ലേറ്റായിട്ട് കഴിക്കാം കേട്ടോ. വിശക്കുന്നുണ്ട്, നല്ല വിശക്കുണ്ട്. പിന്നെ എൻ്റെ നമുക്ക് അതിൻ്റെ അകത്ത് കയറാട്ടോ. ഓക്കെ, സിറ്റി സെൻറ്ററിൻ്റെ അകത്ത് ഇവിടെ ഒരു പ്രതിമ ഉണ്ട്. പ്രതിമയെ കണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ വീണ്ടും റോഡിലേക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണം. പക്ഷെ നല്ല വൃത്തി ഉണ്ടല്ലേ രാവിലെ? എനിക്കൊന്നും പറയാനുണ്ടോ? ഒന്നും പറയാം. പണ്ടത്തെ മംഗലാപുരം അല്ല ഇപ്പോഴത്തെ മംഗലാപുരം. ഒന്നൊക്കെ തള്ളിയൊന്ന്. പണ്ടത്തെ മംഗലാപുരം അല്ല ഇപ്പോൾ. അല്ലല്ലേ? കാരണം പണ്ടത്തെ ഒരു വൈബ് മാറിപ്പോയി അല്ലേ? പണ്ടത്തെ വൈബില്ല പോലും ഇപ്പോൾ. 2 കൊല്ലമായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ മംഗലാപുരം നല്ല വൃത്തിയുണ്ട് കേട്ടോ. മംഗലാപുരം എന്ന് പറയുന്നത് ഇവിടുത്തെ റോഡ് നല്ല വൃത്തിയുണ്ട് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. ഒരു സ്വിഗ്ഗിക്കാരൻ മുമ്പിൽ നിന്ന് പിടച്ച് കളിക്കുന്നു. പോയി ഇലക്ട്രിക് സ്കൂട്ടി എടുത്തിട്ട് നമ്മളെ മുമ്പിൽ നിന്ന് 2 പിടയിൽ പിടച്ചു. സാറല്ല കണ്ടോ? നിലം നല്ല ക്ലീനാണ് കേട്ടോ. നല്ല ക്ലീൻ. ഞാൻ ഇത്ര നീറ്റ് പ്രതീക്ഷിച്ചിട്ടില്ല. മഴയായാലും വേസ്റ്റൊന്നും ഇല്ല കേട്ടോ. ഇത് കാണുമ്പോൾ എനിക്ക് നമ്മൾ ഇത് ഓർമ്മയായിരുന്നു. എന്ത്, വയനാട്ടിലെ സുൽത്താൻ ബത്തേരി ഇതുപോലെ കേട്ടോ. നീറ്റ് ആൻഡ് ക്ലീൻ. ഭയങ്കര ക്ലീനാണ്. അടിപൊളിയാണ്. കടലാസിൻ്റെ കഷ്ണം ഉണ്ടാവില്ല. ഇവിടെ അതുപോലെ തന്നെ കടലാസിൻ്റെ കഷ്ണമൊന്നും കാണുന്നില്ല. എന്നാൽ രാഹുൽജിനെ എപ്പോൾ മുമ്പിൽ നടത്തും. മുമ്പിൽ നടന്നു കേട്ടോ. കണ്ടോ അന്നേരം കണ്ടോ? നല്ല വൃത്തിയാട്ടോ. എന്താ വൃത്തി എന്ന് പറയുമ്പോഴത്തേക്കും വേസ്റ്റ് കടലാസെല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും ടോട്ടലി ഇൻ്റർലോക്കെല്ലാം ഇട്ട് നല്ല അടിപൊളി സെറ്റപ്പാട്ടോ. കണ്ടോ? അപ്പോൾ ഇതുവഴി ഇങ്ങനെ നമുക്കിങ്ങനെ ഇവിടെ കയറാം. ഗുയിസ് ഇവിടെ എന്തില്ലേ, ഒരു
സ്ഥലത്ത് കയറിയിട്ടുണ്ട്. പബ്സ് വേണോടാ? പബ്സ് ഇല്ല അല്ലേ? ഗൈസ് നമ്മൾ ഇറങ്ങി ഗൈസ്. അവിടെ എന്താ പറയുക, ഫുഡ് കടികളൊന്നും ഇല്ല, അങ്ങനെ വലിയ കടികളൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. തിന്നാൻ വിചാരിച്ചല്ലേ? നമ്മൾ കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെ കടിയുണ്ടെന്നെല്ലാം ചോദിച്ച് നിൽക്കുന്ന സമയത്ത് അയാൾ ഒന്നുമില്ല, ഞാൻ പറയുന്നില്ല. അയാളിങ്ങനെ വിരൽ കൂട്ടല്ലേ, വേണ്ട പറയണ്ട. ഇതെന്താടാ ഇതെന്താ സംഭവം? തിന്നാനുള്ള മൂട് തന്നെ പോയി. മൂട് പോയി. എല്ലാം മായ്ച്ചോളാം. ഗുയിസ് കിട്ടി ഗുയിസ്. ഇതോ പബ്സ് ഉണ്ട്, ബർഗർ ഉണ്ട്, സമൂസ ഉണ്ട്, ചിക്കൻ റോൾ പോലത്തെ സാധനമുണ്ട്. ചിക്കൻ റോളിന് പക്ഷെ നമുക്ക് പബ്സ് മതി. പബ്സും ചായയും. ഓക്കെ. രാവിലെ നേരത്തെ കാലത്ത് കയറിയിട്ട് ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഓർഡർ ആക്കിയാ? കോഫി ഒരു ചായയാണ്. ഏട്ടാ ഒരു ചായ ഒരു കോഫിയാണേ. ഒരു ചായ ഒരു കോഫി. ആ ചായ മധുരം കമ്മിയാ? കോഫിക്ക് കറക്റ്റ് മധുരം കേട്ടോ. ഓക്കെ. എന്തോ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം വരും കേട്ടോ. ഗൂയീസ് ഇവിടെ ഓംലെറ്റ് ഉണ്ട് കേട്ടോ. റൊട്ടി, ബ്രെഡ് ഓംലെറ്റ്. ബ്രെഡ് ഓംലെറ്റ് ഉണ്ട്. അപ്പോൾ പറഞ്ഞിട്ട് നീ 2 മണിട്ടില്ലേ ബ്രെഡ് ഓംലെറ്റ്? 2 മണിട്ടില്ലേ? അപ്പോൾ പബ്സ് ക്യാൻസൽ ആക്കിയില്ലേ? അപ്പോൾ ബ്രെഡ് ഓംലെറ്റ് എങ്ങനെയുണ്ട്? ഒന്നും പറയാനൊന്നുമില്ലല്ലേ? മുട്ട ഓംലെറ്റ് അല്ലേ? മുട്ട ഓംലെറ്റ് അല്ല, ബ്രെഡ് ഓംലെറ്റ്. അങ്ങനെ പറ. നല്ല ചൂട് ഫ്രഷ് സാധനം. നല്ല ഫ്രഷ് സാധനം കേട്ടോ. ഇങ്ങനെ മടക്കിയിട്ട് കുഴപ്പമില്ല, മോശമില്ല. കേട്ടെ കൊയിന് ചായ വന്നിട്ടുണ്ട്. ചായ ഓന് രാവിലെ കോഫി പറഞ്ഞ ഞാൻ ചായ മസ്റ്റ്. കോഫി ഒരു കോമഡി ആയിരുന്നു. ഞാൻ ചായക്ക് പറഞ്ഞു, ഇവൻ കോഫിക്ക് പറഞ്ഞു. എന്നിട്ട് എനിക്ക് കോഫി കൊണ്ട് തന്നു, ഓനിക്ക് ചായയും കൊടുത്ത്. ഞാൻ ഫസ്റ്റ് കുടിക്കുമ്പോഴത്തേക്ക് കോഫി. ഞാൻ ചായക്കാ പറഞ്ഞു. ഞാൻ രാവിലെ പറഞ്ഞു, രാവിലെ ഇനി ഒന്ന് കുടിച്ച് നോക്കിയേ. ഓൻ ചായ കുടിച്ചിട്ട് പറഞ്ഞു, എടാ ഈ കോഫി ഏകദേശം ചായ പോലെ ഉണ്ട്. അവനൊക്കെ ചായ എന്തായാലും കുടിച്ചു. അവസ്ഥകൾ. എനിക്ക് ചായ വാങ്ങി തന്നേ പറ്റൂ. മലയാളത്തിൽ പറഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് കൊണ്ടു തന്നിന്. എന്താ അവസ്ഥ? എനിക്ക് ചായ വാങ്ങി തരണേ. എനിക്ക് ചായ മസ്റ്റായിട്ട് വേണം. എന്തെന്നാ ചെയ്യണ്ടേ? അങ്ങായി ചിരി വരുന്നത്. നമ്മ പറഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നുമില്ല. കന്നഡ തന്നെയല്ലേ? കർണാടകയാണ്, കന്നഡ ഭാഷ തന്നെയല്ലോ അയാൾ സംസാരിച്ച. ഞാൻ ചായക്ക് മധുരം കമ്മിയെന്ന് പറഞ്ഞു, മധുരം കുറച്ചിട്ട് പറഞ്ഞു. ഓനിക്കാണ് മധുരം വേണം. ആ ചായ ഓനിക്കൊണ്ട് കൊടുത്തേ. നീ കോഫി തന്നെ പറഞ്ഞത്, പക്ഷെ നിനക്ക് മധുരം കുറച്ച് ചായ കൊണ്ട് തന്നെ. എന്നിട്ട് നീ എന്താ പറഞ്ഞു? ഇതേകദേശം കോഫി പോലെ ഉണ്ട്, അല്ല ഇതേകദേശം ചായ പോലെ ഉണ്ട്. ശരിയാ ബേണിക്കല. നമ്മളങ്ങനെ മുട്ട ഓംപ്ലേറ്റും ബ്രെഡ് ഓംപ്ലേറ്റും കോഫിയും മാറിപ്പോയ കോഫിയും ചായയും കുടിച്ചിട്ട് ഇറങ്ങി. ഇവൻ ചായ കുടിച്ചു, മധുരം കുറിൻ്റെ ചായ കുടിച്ചു. ഞാൻ ഒരു കോഫിയും കുടിച്ച് നമ്മളിറങ്ങി. നമ്മളിങ്ങനെ പോയിട്ടോ സിറ്റി സെൻറ്ററിലേക്ക് അല്ലേ?
മാളിലേക്ക് പോയാ. ഓക്കെ ഗൈസ്, ഫുട്പാത്തിലൂടെ ഇങ്ങനെ നടക്കട്ടാ. ഫുള്ള് ചെരുപ്പിൻ്റെ ഷോപ്പാട്ടാ. കണ്ട കംപ്ലീറ്റ് ചെരുപ്പിൻ്റെ ഷോപ്പാണ്. നമ്മളിവിടെ ഇവിടെ ഉണ്ടല്ലോ സീബ്ര ലൈനിൽ കണ്ട വരുന്നുണ്ടോ? ഇത് സീബ്ര ലൈനാ. പോകുന്ന പോക്ക് നോക്കിയേ, എന്താ അവസ്ഥ. വണ്ടിയെല്ലാം ചീറിപ്പാൻ വന്നിട്ട് എങ്ങനെ കയറിയെന്ന് ഇതെടുത്ത പോലീസ്. നമ്മളവിടെ എല്ലാം കാൽനട യാത്രക്കാർക്കാണ് മുൻഗണന. കുഴി ആ, നമ്മളവിടെ എല്ലാം കാൽനട യാത്രക്കാർക്കാണ് മുൻഗണന. ഇവിടെ അങ്ങനെയല്ലേ, ഇവിടെ റോഡ് സീബ്ര ലൈനിലൂടെ നമ്മൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് വണ്ടിയെല്ലാം ഒരു ബേർത്തങ്ങ് വരുന്നു. അവർ പോയിക്കൊണ്ടാണ് നമ്മൾ പോകാൻ. ഇവിടെ അങ്ങനെ ശരിക്കും കാൽനട യാത്രക്കാർക്കാണ് മുൻഗണന അല്ലേ? അല്ല മുൻഗണന. അതെ ഗോയ്സ്, അങ്ങനെ നമ്മൾ സിറ്റി സെൻറ്ററിൽ എത്തിയിട്ടാ. അപ്പോൾ ചെറിയൊരു മീറ്റപ്പ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഓക്കെ ഗോയ്സ്, നമ്മൾ സിറ്റി സെൻറ്ററിൽ നിന്ന് ഇറങ്ങിയേട്ടാ. നമ്മൾ സിറ്റി സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുക. മഴ നിൽക്കുന്നില്ല, ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വീടിങ്ങനെ ഫ്രണ്ടിലിങ്ങനെ നിർത്തായി. അപ്പോൾ വീടിങ്ങനെ കുറച്ച് സമയമായി, ഒരു കാമണിക്കൂറിലധികമായി, ഒരു അരമണിക്കൂറോളമായി വീടിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ നവരത്ന പാലസ്, ഹോട്ടൽ നവരത്ന പാലസ് കേട്ടോ, ഇതാണ് അവിടെ. പിന്നെ ഇവിടെ ഹോട്ടൽ സായി പാലസ് കണ്ടോ, 1-2 പാലസ് ഉണ്ട് ഇവിടെ. ആൾക്കാരിങ്ങനെ മാളിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്, കയറുന്നുണ്ട് കേട്ടോ. ഇനി മെല്ലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് എത്ര മണിക്കാണ് ട്രെയിന്? 5:10. 5:10 ട്രെയിന് പഴയങ്ങാടിലേക്കല്ലേ? യോസ്, പഴയങ്ങാടി. അപ്പോൾ ഇപ്പോൾ സമയം 4 മണിയായടാ. ഇപ്പോൾ 4 മണിയാട്ടോ, കറക്റ്റ് 4 മണി. അപ്പോൾ 5:10 ട്രെയിൻ. ഇവിടുന്ന് കുറച്ചേ പോകാനുള്ളൂ, തൊട്ടടുത്താണ് ട്രെയിൻ, അല്ല റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ബാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു, അവിടുന്ന് ട്രെയിൻ കയറുന്നു, നേരെ നാട്ടിലേക്ക് പോകുന്നു. ഓക്കെ. പിന്നെ ഇതിൻ്റെ അകത്ത് കയറിയിട്ടൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ക്യാമറ അലോഡല്ല അതിൻ്റെ അകത്ത്. അങ്ങനെ സെക്യൂരിറ്റി പറഞ്ഞു, അങ്ങനെ കുറച്ച് സമയം അതിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം ഇറങ്ങി പുറത്തിറങ്ങിയതോ. ഓക്കെ, ചായ കുടിക്കണം, നേരെ പോകണം. ഓക്കെ, അതിന് റെഡി. ഗോയ്സ്, അങ്ങനെ ചായ കുടിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അവിടെ എത്തിയേട്ടാ. 5:05 മെമു. 5:05 മെമു ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ടിക്കറ്റ് ഓൺലൈനിലെടുത്ത്. ഓക്കെ, അങ്ങനെ സ്റ്റേഷനെത്തി. 4:50 റെയിൽവേ സ്റ്റേഷൻ. കേസേ, ഓഹോ, വെള്ളം പാനി നടന്നോ. കമ്പാർട്ട്മെൻറ്റ് 2 ആന്ന് പോലും. 2 ഗായ്സ്, പ്ലാറ്റ്ഫോം 2. പ്ലാറ്റ്ഫോം 2ലേക്ക് വണ്ടി എത്തിയിട്ടില്ലല്ലോ, ഇവിടെ വരേണ്ടത്. മെമുനെ കാണുന്നില്ലല്ലോടാ, മെമു എത്തിയിട്ടില്ല. അങ്ങുണ്ടോ? ഓ, അങ്ങുണ്ട് കേട്ടോ. പോയി അങ്ങുണ്ട്, സംഭവം അങ്ങുണ്ട് കേട്ടോ. വേ പോയി കയറട്ടെ. ഓക്കെ, 5:05 മെമു. അതിനുശേഷം മാവേലി ഉണ്ട് കേട്ടോ, ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഈ കാണുന്ന തന്നെ ഇതുണ്ടോ, ഇത് മാവേലി. മെമു പോയിട്ടാണ് അത് പോവുക കേട്ടോ. ഇത് 5:30 തോന്നുന്നു. 5:30 അല്ലേ? അതാ മെമു. ഇതാ മെമ്മിൽ കയറാം. സീറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. കിട്ടിയാൽ മതിയായിരുന്നു, നോക്കിയിട്ട് കയറാം. മെമു എന്താ പേരല്ലേ? മെമു. അത് ലേഡീസാണ്. എങ്ങായി ഇങ്ങോട്ടേക്ക് വാ. 2nd ക്ലാസ്. അങ്ങോട്ടിരുന്നു. ഞാൻ ആ സീറ്റ് കിട്ടി. ഗായ്സ്, അങ്ങനെ പയ്യന്നൂർ എത്തിയേട്ടാ. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ. പയ്യന്നൂർ എത്തുമ്പോഴത്തേക്ക് ഏകദേശം ആൾക്കാരിൽ ഇറങ്ങി. വണ്ടി ഏകദേശം കാലി, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പയ്യന്നൂരിൽ നിന്ന് കയറിയായിരിക്കും കുറച്ച്. ഗായ്സ്, പയ്യന്നൂർ എത്തി. ഇവിടെ പണി നടക്കുന്നുണ്ട്, ഇറക്കി വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ് സാധനം.
കമ്പി കംപ്ലീറ്റ് ട്രാക്ക് ഇതാ ചെറുത്. ഇതിപ്പോൾ 1 2 3 മൂന്നാമത്തെ കമ്പാർട്ട്മെൻറ്റ് കേട്ടോ ഇത്. ഗോയ്സ് പയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ പയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നടക്കുകയാണ്. പഴയങ്ങാടി ഗോയ്സ്. അങ്ങനെ നമ്മൾ പഴയങ്ങാടി എത്തിയേട്ടാ. പിന്നെ നമ്മളുണ്ടല്ലോ മെമുലല്ല വന്നേ. നമ്മൾ പയ്യന്നൂർ ഇറങ്ങി. പയ്യന്നൂർ ഇറങ്ങാൻ കാരണം എന്ന് വെച്ചാൽ മെമു അവിടെ പിടിച്ചിടും. കാരണം മാവേലി പാസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് പയങ്ങൾ മാവേലി എത്തുക. അതുകൊണ്ട് നമ്മൾ അവിടെ മെമു ഇറങ്ങിയിട്ട് നേരെ മാവേലി കയറി. മെമു നിർത്തി ഒരു 5 മിനിറ്റ് അല്ലേ 5-10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് വന്നില്ലേ. ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് മാവേലി വന്ന് ബാക്ക് പോയിട്ട് കയറി അങ്ങനെ പയങ്ങളിലെത്തി. അപ്പം മെമു ഇതിലോട്ട് പാസ്സാവും. ഗുയ്സ് അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ വെനിപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്നിലേക്ക് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ മസ്റ്റ് ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാം. മറക്കാതെ ഇപ്പം തന്നെ ചെയ്യട്ടോ. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അക്കൗണ്ട് ഉണ്ട് കേട്ടോ. അഷ്റഫ് കണ്ണൂർ സെർച്ച് ചെയ്താൽ മതി. അതൊന്ന് ഫോളോ ചെയ്യട്ടോ. അതിൽ ഫോട്ടോസും വീഡിയോസും എല്ലാം ഇടുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യ്. അവനാ നെക്സ്റ്റ് വെക്കണം. അപ്പോൾ അതുവരെ ബൈ ബൈ. രാവിലെ ഒരു ബൈ പറഞ്ഞേ.